കുറച്ച് നാൾ മുമ്പ് ഈ കാണുന്ന ബ്ലാക്ക് ജയൻറ്റ് ഗൗരാമിക്ക് ഈ ചിക്കൻ ഫീഡ് ചെയ്യുന്നൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയ്ക്ക് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ചെയ്ത ഷോർട്ട് വീഡിയോ ആണ്, ലോങ് വീഡിയോ ഒന്നും ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. ഏതോ ഒരെണ്ണത്തിനാണ് കമൻറ്റ് വന്നത്. അപ്പോൾ കമൻറ്റ് ഇതായിരുന്നു, അതായത് ഈ ഒരു മീൻ അഗ്രസീവ് ആണല്ലേ എന്ന് ചോദിച്ചിട്ടായിരുന്നു കമൻറ്റ്. അപ്പോൾ ആ ഒരു കമൻറ്റിന് ഞാൻ കൃത്യമായിട്ടുള്ള റിപ്ലൈയും കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇതുവരെയുള്ള എക്സ്പീരിയൻസ് വെച്ച് ഇതിൻ്റെ ബിഹേവിയറിനെ കുറിച്ചായിരുന്നു ഞാൻ റിപ്ലൈ കൊടുത്തത്. അപ്പോൾ പല ആൾക്കാരും വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജയൻറ്റ് ഗൗരാമികൾ കുറച്ച് കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള മീനുകളാണ്, അല്ലെങ്കിൽ ശാന്ത സ്വഭാവക്കാരാണെന്നൊക്കെയാണ് പല ആൾക്കാരും തെറ്റിദ്ധരിക്കുന്നത്. അതിൽ നമുക്ക് അവരെ കുറ്റം പറയാനൊന്നും പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജയൻറ്റ് ഗൗരാമികളുടെ ബോഡിയും ഷേപ്പും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരങ്ങനെ അഗ്രസീവ് ആയിട്ടുള്ള ഒരു മീനുകളാണെന്നുള്ളത് നമുക്ക് പെട്ടെന്നൊന്നും അങ്ങനെ പറയാനോ അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യാനോ പറ്റില്ല. അതേസമയം ഓസ്കാർ പോലുള്ള മീനുകളെ കാണുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു അഗ്രഷൻ അതൊക്കെ ഫീൽ തന്നെ ചെയ്യും. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ഓസ്കാർ പോലുള്ള മീനുകൾ ഭയങ്കര പ്രിഡേറ്ററി സ്വഭാവവും അഗ്രഷനൊക്കെ കാണിക്കുന്ന മീനുകളാണ്. എന്നാൽ ഈ ഒരു ജയൻറ്റ് ഗൗരാമികളെ കുറിച്ച് പല ആൾക്കാർക്കും കൃത്യമായിട്ട് അറിയില്ല. കാരണം പല സന്ദർഭങ്ങളിലും ഈ ജയൻറ്റ് ഗൗരാമികൾ ഒറ്റയ്ക്കായിരിക്കും ഫിഷ് ടാങ്കുകളിലും അതുപോലെ തന്നെ അക്വേറിയങ്ങളൊക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഭയങ്കര സ്ലോ മോഷനിലും കാം ആൻഡ് ക്വയറ്റ് ആയിട്ടൊക്കെ ഇങ്ങനെ നടക്കണ കാണുമ്പോൾ ആൾക്കാർ വിചാരിക്കും ഇത് അഗ്രസീവ് അല്ലാത്തൊരു മീനാണെന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജയൻറ്റ് ഗൗരാമികൾ അത്യാവശ്യം അഗ്രഷനുള്ള മീനുകൾ തന്നെയാണ്. പ്രത്യേകിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ബ്ലാക്ക് വെറൈറ്റി ഉള്ള വെറൈറ്റികളിൽ വെച്ച് ഏറ്റവും അഗ്രസീവ് ആയിട്ടുള്ളത് ഈ ബ്ലാക്ക് വെറൈറ്റിയാണ്. ഞാൻ അന്ന് ചെയ്ത വീഡിയോയിൽ നമ്മൾ ചിക്കൻ ഫീഡ് ചെയ്യാണ് ചെയ്തത്. ഇപ്പോൾ ചിക്കൻ ഫീഡ് ചെയ്യുന്ന സമയത്ത് നല്ല അഗ്രസീവായിട്ട് വന്നാണ് അത് ഫുഡ് കാര്യങ്ങളെല്ലാം കയ്യിൽ നിന്ന് എടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ കൈയൊക്കെ ഇടുന്ന സമയത്ത് കയ്യിലേക്ക് കടിക്കാനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ടാണ് അന്ന് കമൻറ്റ് വന്നത്. ഇപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, നമ്മൾ കൈയിടുന്ന സമയത്ത് കയ്യിലേക്ക് അത് കടിക്കാനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് എന്ന് പറയുന്നത് നമ്മൾ ഫീഡ് ചെയ്യാനായിട്ടാണ് വരുന്നതെന്ന് വിചാരിച്ചിട്ടാണ്, അല്ലെങ്കിൽ കയ്യിൽ ചിക്കനൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. പക്ഷേ അതുമാത്രമല്ല, ഇപ്പോൾ ഈ ഒരു ടാങ്കിനകത്ത് ഈ ഒരു ജയൻറ്റ് ഗൗരാമി ഫുള്ളി ടെറിട്ടോറിയലാണ്. ടെറിട്ടോറിയൽ എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ സാമ്രാജ്യമായിട്ടാണ് കണക്കാക്കുന്നത്. ഇതിലേക്ക് നമ്മൾ ഏത് മീനിനെ ഇട്ടാലും, വലിയ മീനിനെ ഇട്ടാലും ചെറിയ മീനിനെ ഇട്ടാലും അത് അതിനെ കൊത്തി ഓടിക്കാനായിട്ട് ശ്രമിക്കും, അല്ലെങ്കിൽ അറ്റാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കും. സാധാരണ നമ്മുടെ ഓസ്കാറുകൾക്കൊക്കെ എല്ലാവർക്കും അറിയാം, ഇതുപോലുള്ള ടാങ്കുകളിൽ ചെറിയ ഗപ്പികളെയും പ്ലാറ്റുകളെയും ഇട്ട് അത് അഗ്രസീവായിട്ടൊന്ന് അറ്റാക്ക് ചെയ്ത് കഴിക്കുന്നതൊക്കെ എല്ലാവരും കണ്ടു കാണും. അതേ സ്വഭാവം തന്നെ ഇതിനകത്ത് ഈ ജയൻറ്റ് ഗൗരാമിയും കാണിക്കും. നമ്മൾ ഏതെങ്കിലും ചെറിയ മീനിന് ഇട്ട് കൊടുത്താലും അത് അതിനെ അറ്റാക്ക് ചെയ്ത് കഴിക്കാൻ തന്നെ ശ്രമിക്കും. നമ്മളിപ്പോൾ റെഗുലറായിട്ട് കൊടുക്കുന്നത് നോൺ വെജ് ആയിട്ടുള്ള നമ്മുടെ ചിക്കനാണ്. അപ്പോൾ അത്തരം സാധനങ്ങളൊക്കെ കഴിച്ച് ശീലിച്ച മീനുകൾ തീർച്ചയായിട്ടും നല്ല പ്രിഡേറ്ററി സ്വഭാവം കാണിക്കും. ഇതിനകത്തേക്ക് നമ്മൾ എന്ത് നോൺ വെജ് ആയിട്ടുള്ള ഇപ്പോൾ ലൈവ് ഫിഷ് ആണെങ്കിലും എന്ത് ചെറിയ മീനുകളൊക്കെ ഇട്ട് കൊടുത്താലും അത് അറ്റാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കും. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിനകത്ത് തന്നെ നമ്മളിപ്പോൾ ഒരു ജയൻറ്റ് ഗൗരാമീനെ തന്നെ ഇട്ടെന്ന് വിചാരിക്കുക, ഏകദേശം സെയിം സൈസ് ഉള്ളതിനെ മിക്കവാറും ഇത് അതിനെ അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ഇനിയിപ്പോൾ സൈസ് കുറവാണെന്ന് വിചാരിക്കുക, അപ്പോൾ ആ അറ്റാക്ക് ചെയ്യാനുള്ള മെൻറ്റാലിറ്റി വീണ്ടും കൂടുകയാണ് ചെയ്യുക. പൊതുവേ ഗൗരാമി വെറൈറ്റികൾ എന്ന് പറയുന്നത് തന്നെ അത്യാവശ്യം അഗ്രസീവ് ആയിട്ടുള്ള മീനുകളാണ്. നമ്മുടെ ഏറ്റവും ചെറിയ ബീറ്റ ഫിഷ് മുതൽ അതുപോലെ തന്നെ ഗോൾഡൻ ഗൗരാമി, ബ്ലൂ ഗൗരാമി, പാരഡൈസ് ഗൗരാമി, അതുപോലെ തന്നെ മൂൺലൈറ്റ് ഗൗരാമി, ഡ്വാർഫ് ഗൗരാമി, ഇതെല്ലാം അത്യാവശ്യം അഗ്രസീവ് ആയിട്ടുള്ള മീനുകൾ തന്നെയാണ്. ബ്രീഡിങ്ങിൻ്റെ സമയത്ത് അവർ സൂപ്പർ അഗ്രസീവാണ്. നമുക്കറിയാം, മുട്ട ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മെയിൽ ഫീമെയിലിനെ അറ്റാക്ക് ചെയ്ത് ഓടിക്കാനായിട്ട് തുടങ്ങും. നമ്മൾ ഫീമെയിലിനെ മാറ്റി കിട്ടില്ല എന്നുണ്ടെങ്കിൽ കൊത്ത് കിട്ടി ഫീമെയിൽ ചത്തുപോവുകയാണ് ചെയ്യുന്നത്. ഇത് ബ്രീഡിങ്ങിൻ്റെ സമയത്ത് മറ്റ് ചെറിയ ഗൗരാമികൾ കാണിക്കുന്ന ആ ഒരു അഗ്രഷനാണ് ഞാൻ പറഞ്ഞത്. അതുകൂടാതെ നമ്മൾ ഇവരെ കൂട്ടമായിട്ടൊക്കെ ഒരു ടാങ്കിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മെയിലുകൾ തമ്മിൽ ഫൈറ്റ് ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാം. എന്നാൽ ഈ ഗൗരാമി ഫാമിലിയിൽ പെട്ട ജയൻറ്റ് ഗൗരാമികളുടെ ബ്രീഡിങ്ങിൻ്റെ ആ ഒരു സംഭവം കുറച്ച് വ്യത്യാസമാണ്. കാരണം ഇതിൽ മെയിലും ഫീമെയിലും ചേർന്നാണ് നെസ്റ്റ് ഉണ്ടാക്കുന്നത്. പിന്നെ ഫീമെയിൽ മുട്ട ഇട്ട് കഴിഞ്ഞാൽ അത് ഗാർഡ് ചെയ്യുന്നതും അത്തരം കാര്യങ്ങളെല്ലാം മെയിലും ഫീമെയിലും കൂടി ഒരുമിച്ചാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ബ്രീഡിങ്ങിൻ്റെ സമയത്തുള്ള അഗ്രഷൻ കുറച്ച് കുറവാണ് ഇവർ തമ്മിൽ, മെയിലും ഫീമെയിലും തമ്മിൽ. പക്ഷേ ഇവരുടെ നെസ്റ്റിൻ്റെ അടുത്തേക്കൊക്കെ വേറെ ഏതെങ്കിലും മീനുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവർ കൊത്തി ഓടിക്കും. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ജയൻറ്റ് ഗൗരാമികൾ നമ്മൾ ഒരുമിച്ചൊരു ടാങ്കിലിട്ട് വളർത്തുകയാണെന്നുണ്ടെങ്കിൽ അവർ തമ്മിൽ ഫൈറ്റ് ചെയ്യാറുണ്ട്. ഇത് പല ആൾക്കാരും എന്നോട് പല വീഡിയോകളിലും കമൻ്റായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നമുക്കും പേഴ്സണലി എക്സ്പീരിയൻസ് ഉണ്ട്. നമ്മുടെ ഔട്ട്ഡോർ ടാങ്കിൽ 5 ജയൻറ്റ് ഗൗരാമികൾ കിടക്കുന്നുണ്ട്. 3 ബ്ലാക്കും 2 ആൽബിനോവും. ഏകദേശം ഒരു 1 ഫീറ്റിനടുത്തായതാണ് എല്ലാവരും. അതിൽ ബ്ലാക്ക് ജയൻറ്റ് ഗൗരാമികൾ കുറച്ച് സൈസ് ഉള്ളതാണ്. അവർ ആൽബിനോകളെ നല്ല രീതിയിൽ കൊത്തി ഓടിക്കുന്നുണ്ട്. വലിയ ടാങ്ക് ആയതുകൊണ്ട് നമ്മുടെ ആൽബിനോ ജയൻറ്റ് ഗൗരാമികൾ ഏതൊക്കെയോ സൈഡിൽ പോയി മാറി നിന്ന് അവർ രക്ഷപ്പെട്ട് പോവുകയാണ് ചെയ്യുന്നത്. ബ്ലാക്ക് ഈ ആൽബിനോകളെ നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഫുഡ് ഇട്ട് കൊടുക്കുന്ന സമയത്തൊക്കെ ആ ഫുഡിൻ്റെ ഏരിയയിലേക്ക് ആൽബിനോകൾ വരുമ്പോൾ നല്ല രീതിയിൽ കൊത്തി ഓടിക്കുന്നുണ്ട്. ഇനി നിങ്ങൾ അക്വേറിയം ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ജയൻറ്റ് ഗൗരാമികൾ ഇട്ടിട്ടുള്ള അക്വേറിയത്തിൽ കുറച്ച് നേരം ശ്രദ്ധിച്ച് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് ബ്ലാക്ക് ആണെങ്കിലും ആൽബിനോ ആണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യുന്നത് കാണാം. അത് ചെറുപ്പം വലുപ്പം അനുസരിച്ച് ഫൈറ്റ് ചെയ്യുന്നതുണ്ട്, അല്ലെങ്കിൽ മെയിലും കൂടി ഫൈറ്റ് ചെയ്യുന്നതുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള അഗ്രഷൻ നമുക്ക് കോമൺ ആയിട്ട് കാണാൻ പറ്റും. അതുകൊണ്ട് ജയൻറ്റ് ഗൗരാമികൾ പാവത്താന്മാരായിട്ടുള്ള മീനുകളാണെന്ന് നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. ഇവർ അത്യാവശ്യം അഗ്രസീവ് ആയിട്ടുള്ള മീനുകൾ തന്നെയാണ്. ചില സമയങ്ങളിൽ ഇതിൻ്റെ മുകളിൽ കവർ ചെയ്തിട്ടുള്ള നെറ്റിൻ്റെ മുകളിൽ ഞാൻ ജസ്റ്റ് കൈ വെച്ച് എന്തെങ്കിലും വർക്കൊക്കെ ചെയ്യുക, ചിലപ്പോൾ എയറേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നെറ്റിൻ്റെ മുകളിൽ ജസ്റ്റ് കൈ വെക്കുന്ന സമയത്തൊക്കെയാണ് ഇത് ചാടി വിരലിലേക്കൊക്കെ കടിക്കുന്നത്. ഇതിൻ്റെ വളരെ ചെറിയ പല്ലുകളായതുകൊണ്ട് തന്നെ നമ്മുടെ കൈ ബ്ലീഡൊന്നും ആവില്ല. പക്ഷേ ഇതിൽ വലിയ മീനായതുകൊണ്ട് ഇതിൻ്റെ താടിയെല്ലിന് നല്ല പ്രഷർ ഉണ്ട് കടിക്കുമ്പോൾ. അതുകൊണ്ട് ആ കടി കിട്ടുന്ന ഭാഗത്ത് നമുക്ക് ചെറിയതായിട്ട് പെയിൻ വരും.
കാരണം ആ കടിയുടെ പ്രഷറിൽ വരുന്ന പെയിനാണ്, അല്ലാതെ അതിൻ്റെ പല്ല് കൊണ്ട് വരുന്ന പെയിനല്ല. കാരണം ഈ മീനുകൾക്ക് അത്ര വലിയ പല്ല് കാര്യങ്ങളൊന്നുമില്ല. ഉള്ളിലേക്ക് ചെറിയ രീതിയിലുള്ള പല്ലുകളാണ് ഉള്ളത്. കാരണം എൻ്റെ കയ്യിൽ മുമ്പ് കടിച്ചിട്ടുണ്ട്. പക്ഷേ ബ്ലീഡിങ്ങും കാര്യങ്ങളൊന്നും ആയിട്ടില്ല. അതുപോലെ നമുക്ക് ഷാർപ്പായിട്ടുള്ള പല്ലിൻ്റെ പെയിനൊന്നും വന്നിട്ടില്ല. പക്ഷേ കടിക്കുമ്പോൾ ഉള്ള പ്രഷറിൽ ഒരു പെയിൻ വരും. ഈ മീൻ അത്യാവശ്യം നല്ല സൈസായിട്ടുണ്ട്. ഇത് ഏകദേശം 1 ഫീറ്റിനടുത്ത് ആയിട്ടുണ്ട്. ഇതിൻ്റെ വണ്ണം കണ്ടില്ലേ, മുകളിൽ നിന്നുള്ള വണ്ണം നന്നായിട്ട് കൂടിയിട്ടുണ്ട്. അതുപോലെ സൈഡിൽ നിന്നുള്ള ഒരു പരപ്പ്, ജയൻറ്റ് ഗൗരാമികൾക്ക് നീളം സ്ലോ ആയിട്ടാണ് കൂടുന്നത്. അതേസമയം ഈ മുകളിൽ നിന്ന് കാണുന്ന വിഡ്ത്തും ആ വീതിയും അതുപോലെ താഴേക്കുള്ള ആ പരപ്പുമാണ് പെട്ടെന്ന് വലുതാവുന്നത്. അത് നോൺ വെജൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സൈസ് കയറുന്നുണ്ട്. ഇപ്പോൾ ഇതിനെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഞാൻ ചിക്കൻ ഫീഡ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം നല്ല ഡിഫറൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിന് ഡൈജഷൻ പ്രോബ്ലം കാര്യങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. നമ്മൾ ആവശ്യത്തിന് മാത്രമാണ് ഫീഡ് ചെയ്യുന്നത്. ഞാൻ ആഴ്ചയിൽ 2 ദിവസമാണ് ഫീഡ് ചെയ്യുന്നത്. തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയാണ് ഫീഡ് ചെയ്യുന്നത്, ചിക്കൻ ഫീഡ് ചെയ്യുന്നത്. ബുധനാഴ്ച ഞാൻ ചെടികളാണ് ഫീഡ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ നോൺ വെജും വെജ് കൂടിയിട്ടുള്ള ഒരു ബാലൻസ്ഡ് ഡയറ്റാണ് ഒരാഴ്ചയിൽ നമ്മൾ ഫീഡ് ചെയ്യുന്നത്. നമ്മൾ കുറേ മീനുകളെ വാങ്ങിയിട്ട് അതിൽ പകുതിയും ഡെഡായി പോകുന്നതിനേക്കാൾ നല്ലത് നമ്മൾ കുറച്ച് മീനുകളെ വാങ്ങുക, എന്നിട്ട് അതിനെ മാക്സിമം സൈസിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുക.